ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഇങ്ങനൊരു കാറ്റും, ആ കാറ്റിന്റെ ബഹളമൊക്കെ കഴിയുമ്പോ ഒരു പെരുമഴയും വരുന്നത്. ഞങ്ങള് കോട്ടയത്തെത്തിയ കാര്യം ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ അല്ലെ? ഞങ്ങളിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ചാക്കോയൊക്കെ ഉറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യണംന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഭയങ്കര ഒരു കാറ്റിന്റെ ശബ്ദവും, അതുപോലെ ഇടിയും മിന്നലിന്റെ ഒക്കെ ഒരു വരവ് ട്ടോ. അങ്ങനത്തെ ഒരു മഴ കണ്ടിട്ട് കുറച്ചധികം നാളായിട്ടോ. തോമു ചാടി ഓടി എന്താമ്മ സുനാമിയാണോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ വന്നത്. തോമുന്റെ ഭാഷയില് സുനാമി, ചുഴലിക്കാറ്റ്, മഴ അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ മഴയത്ത് ഞാൻ കേട്ടു ട്ടോ. പിള്ളേര് എന്തൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുന്നുന്ന് ആർക്കറിയാം ല്ലേ? അങ്ങനെ എന്താ പറഞ്ഞ ഒരു അടിപൊളി മഴയും ഇടിയും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ട്ടോ. പതിവ് പോലെ കറണ്ട് പോയിട്ടോ. ആദ്യത്തെ കാറ്റിൽ തന്നെ കൃത്യമായിട്ട് കറണ്ട് പോവും. അതെന്താന്ന് അറിയില്ല. എനിവേ ഇനി കറണ്ട് വരുവോ എന്നുള്ളതാണ് ഇനി എന്റെ അടുത്ത ടെൻഷൻ. തോമുവിന് ഇപ്പോഴേ ടെൻഷനായി. അമ്മ നമ്മളിന്ന് ഇനി ഇരുട്ടത്ത് ഇരിക്കണോ? കറണ്ട് വരുവോ? മഴ നിന്നാ മതി. അത്രേ ഉള്ളൂ. ഇടിയും മഴയും പോയാ മതി ട്ടോ. അതെ തോമു പാപ്പീനെ വിളിച്ച് സങ്കേതം തേടിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ. അപ്പൊ പാപ്പീനെ പിടിച്ചിരിക്കുകയാണ്. കാരണം പേടി കുറച്ചധികം ഉള്ള കൂട്ടത്തിലാണേ നമ്മുടെ തോമു സാറ്. അപ്പൊ ചില്ലറ മഴയൊന്നും അല്ല ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല മഴയാണ് കേട്ടോ. ഇനി കറണ്ട് വന്നാ വന്നു, ഇല്ലെങ്കിൽ ഇല്ല. നാളെ നോക്കിയാ മതി. ഈ പറയുന്ന പോലെ നാളെ ഓശാന ഞായറാണ്. അത് ഇനി കൊളാവോ എന്നുള്ളത് ദൈവം തമ്പുരാനറിയാം ട്ടോ. അപ്പൊ നിങ്ങളുടെ നാട്ടില് മഴയുണ്ടോ എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തോളൂ ട്ടോ.